പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെയുള്ള സൂറത്തുകൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ആ ആയത്തുകൾ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നിരവധി ആയത്തുകൾ മനസ്സിനെ കോരിത്തെരിപ്പിക്കുന്ന, മനസ്സിന് സമാധാനം നൽകുന്ന രീതിയിൽ അല്ലാഹു തആല നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്ക്, പരിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആൽ ഇംറാൻ അതിന്റെ 160-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, ഇൻ യൻസുർകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും വഇൻ യഖ്ദുൽകും ഫമൻ ദല്ലദീ യൻസുർകും മിൻ ബഅദി വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. നിങ്ങളെ അല്ലാഹു സഹായിക്കാൻ ഉദ്ദേശിച്ചു എങ്കിൽ നിങ്ങളെ അതിജയിക്കാൻ ഒരാളെ കൊണ്ടും കഴിയില്ല എന്നാണ് അല്ലാഹുവിന്റെ വാക്ക്. നേരെ മറിച്ച് നിങ്ങളെ നിന്ദ്യരാക്കി കളയാൻ വേണ്ടിയിട്ട് പരാജയത്തിന്റെ പടുക്കുയിലേക്ക് നിങ്ങളെ വലിച്ചു കൊണ്ടുപോകാൻ അല്ലാഹു അങ്ങോട്ട് തീരുമാനിച്ചു എങ്കിൽ ഒരാൾക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല, ഒരാര് തന്നെ സഹായിച്ചിട്ടും ഒരു പ്രയോജനവുമില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറയുന്നത്, വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, വിശ്വാസികളെ നിങ്ങളുടെ കാര്യം നിങ്ങൾ പടച്ചവനിലേക്ക് ഏൽപ്പിക്കുക എന്ന്. എന്ത് വിഷയമുണ്ടെങ്കിലും അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കാനാണ് അല്ലാഹു തആല നമ്മളോട് പറയുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള ഘട്ടങ്ങളിൽ ചിലർ പലതിനെയും ആശ്രയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ചിലർ നേർച്ചയാണ് ആശ്രയിക്കുന്നതെങ്കിൽ മറ്റു ചിലര് മന്ത്രവാദികളുടെ അടുക്കലേക്കാണ് പോകുന്നത്, അവരെയാണ് ആശ്രയിക്കുന്നത്. സമ്പത്തെല്ലാം നശിച്ചു പോകുന്നതിന്റെ പുറമെ ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകുന്ന ആ രീതിയിൽ ചൂഷണം ചെയ്യപ്പെടുന്നു. എന്നാൽ വേറെ ചിലർ അങ്ങനെയൊന്നല്ല. മക്ബറകളിൽ പോയിട്ട് ആ മക്ബറയിൽ മറവിട്ട് കിടക്കുന്ന ആൾക്കാരോട് തങ്ങളെ വിഷയങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ചിലര് മജ്‌ലിസുന്നൂറുകൾ സംഘടിപ്പിച്ച് അതിന്റെ പുണ്യം കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ബദരീങ്ങളോട് കാര്യങ്ങളെന്ന് പറഞ്ഞു നോക്കും. ഇതുകൊണ്ടൊന്നും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു വിഷയത്തിനും ഒരു പ്രശ്നത്തിനും പരിഹാരമുണ്ടാവുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. മാത്രമല്ല, അത്തരം ആൾക്കാരെ പറ്റിയിട്ട് അല്ലാഹു തആല സൂറത്തുൽ ഹജ്ജില് നമ്മളോട് പറയുന്നുണ്ട്, ഹസിറദ് ദുനിയ വൽ ആഖിറ, അവര് ദുനിയാവ് നഷ്ടപ്പെട്ടു പോയവരാണ്, ആഖിറ അവർക്ക് നഷ്ടപ്പെട്ടു പോയവരാണ്. ദുനിയാവും ഇല്ല ആഖിറ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിപ്പോകുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിശ്വാസിയോട് അല്ലാഹു തആല പറയുന്ന 2 കാര്യമാണ്. ഒന്ന് തഖ്വയോടുകൂടി ജീവിക്കുക, മറ്റൊന്ന് തവക്കുല് അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുക എന്നതാണ്. അല്ലാഹു തആല പറയുന്നത്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. നിങ്ങൾ തഖ്വയുള്ളവരെ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, തഖ്വയോട് കൂടെയാണ്, തഖ്വയുള്ള രീതിയിലാണ് ഒരാളുടെ ജീവിതമെങ്കിൽ എന്ത് പ്രതിസന്ധിയിലും എന്ത് പ്രശ്നത്തിലും എന്ത് പ്രയാസത്തിലും അയാൾ അകപ്പെട്ടാലും യജ്അൽ ലഹു മഖ്റജ, അവന് പുറത്തു ചാടാൻ ഒരു മാർഗം അല്ലാഹു കാണിച്ചു കൊടുക്കും. ഒന്നിലും കുടുങ്ങിപ്പോവുകയില്ല, ഒന്നിലും പ്രയാസപ്പെട്ടു പോവുകയില്ല എന്ന് പടച്ചവന്റെ വാക്കാണ്. മാത്രമല്ല, വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, കണക്കില്ലാതെ അവനിക്ക് അല്ലാഹു തആല കൊടുത്തുകൊണ്ടേയിരിക്കും. ദുനിയാവിന്റെ കാര്യമാണെങ്കിൽ അതങ്ങനെ കൊടുക്കും, പരലോകത്തിന്റെ കാര്യമാണെങ്കിൽ അതും അങ്ങനെ കൊടുക്കും. കണക്കില്ലാതെ അല്ലാഹു തആല അവനിക്ക് കൊടുക്കുകയാണ്. പക്ഷെ തഖ്വയോടുകൂടി ജീവിക്കാൻ അല്ലാഹു തആല പറയുന്നു, വമൻ യതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിൽ തന്റെ കാര്യങ്ങളെല്ലാം ഒരാൾ ഏൽപ്പിച്ചാൽ
ഫഹുവ ഹസ്ബുഹു, അവനിക്ക് അത് മതി. തൻ്റെ വിഷയങ്ങൾ എല്ലാം പടച്ചവനിലേക്ക് ഏൽപ്പിക്കുക. പ്രതിവിധി പടച്ചവനുണ്ടാക്കും, പ്രശ്നത്തിന്റെ പരിഹാരം പടച്ചവനുണ്ടാക്കും. അത് അള്ളാഹുവിൻ്റെ വാക്കാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാറ്റിൽ നിന്നും പരാജയപ്പെട്ട് ഇനിയൊരു മാർഗമില്ല എന്ന് കാണുമ്പോഴല്ല അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കേണ്ടത്. എന്ത് വിഷയത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴും ആദ്യം അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുക. അള്ളാഹുവേ, നീ ഈ വിഷയം ഞാൻ നിന്നിലേക്ക് ഏൽപ്പിക്കുന്നു. എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ നോക്ക്, ഉഹദ് യുദ്ധം നടക്കാൻ പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും അല്പം പ്രയാസത്തിലാണുള്ളത്. സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ട്, അതുപോലെ സൈന്യത്തിന്റെ പ്രയാസങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും സൈന്യത്തെ സംഘടിപ്പിച്ച് യുദ്ധത്തിന് പുറപ്പെടുമ്പോഴാണ് മദീനയിൽ നിന്ന് ഒരു പ്രചരണം നടക്കുന്നത്. മക്കയിലുള്ള മുശ്രിക്കുകൾ മാത്രമല്ല യുദ്ധത്തിന് വേണ്ടി വരുന്നത്. മദീനയിലുള്ള 3 ജൂത കബീലകളും സംഘടിച്ചുകൊണ്ട് ഈ യുദ്ധത്തിന് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് പേടിക്കണേ, ഒന്ന് ബേജാറാകണേ, ഒന്ന് ഭയപ്പെടണേ, ഒന്ന് സൂക്ഷിക്കണേ എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾ ബേജാറാകണം. ഒരാൾ മാത്രമല്ല, എല്ലാവരും കൂടി ഒന്നിച്ചാണ് എന്നുള്ളൊരു പ്രചരണം, ഒരു ഭയപ്പാടിന്റെ ഒരു ശബ്ദം മദീനയിൽ നിന്ന് ഉണ്ടായപ്പോൾ യുദ്ധത്തിന് പോകുന്ന സ്വഹാബികൾ പറഞ്ഞത് വാക്ക് ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് പടച്ചോ മതി, വനിഅമൽ വകീൽ, കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അവൻ തന്നെയാണ്, ഞങ്ങൾക്ക് പടച്ചോൻ മതി. വല്ലാത്തൊരു വാക്കാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നുണ്ട്, ഉഹദ് യുദ്ധത്തിന്റെ 1ാമത്തെ ഘട്ടത്തിലെ വിജയത്തോടു കൂടെയാണ് അവർ തിരിച്ചു വന്നത്. 2ാമത്തെ ഘട്ടത്തിൽ അല്പം പരാജയം ഏറ്റുവാങ്ങിയിട്ട് അതിന് കാരണവും ഉണ്ടായിരുന്നു. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്, ഇദാ വഖഅതും ബിൽ അംരിൽ അദീം ഫഖൂലു ഹസ്ബിയല്ലാഹ്, നിങ്ങൾ ഏത് പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് നിങ്ങൾ അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ ഹസ്ബിയല്ലാഹ്, എനിക്ക് അല്ലാഹു മതി, എൻ്റെ ഈ കാര്യം ഞാൻ അല്ലാഹുവിൽ ഏൽപ്പിക്കുന്നു എന്നുള്ളൊരു മൈൻഡ് നിങ്ങൾക്കുണ്ടാവണം എന്ന്. നമ്മളൊരു വിവാഹം അന്വേഷിക്കുക, ഒരു വിവാഹം നടത്തുക. ഒന്നുകിൽ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും അന്വേഷണങ്ങളൊക്കെ വേണ്ട രൂപത്തിലൊക്കെ നമ്മൾ നടത്തണം. അവിടെ നമ്മൾ തീരുമാനിക്കേണ്ട ഒരു തീരുമാനം, അവിടെ മനസ്സിൽ വരേണ്ട ഒരു മൈൻഡ് ഉണ്ട്, അലല്ലാഹ് ഹസ്ബിയല്ലാഹ്, ബാക്കിയൊക്കെ അല്ലാഹുവിൽ ഏൽപ്പിക്കുക. നമ്മളൊരു ബിസിനസ് തുടങ്ങുക, അതിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ശേഷം വല്ലാതെ ബേജാറായോണ്ട ഹസ്ബിയല്ലാഹ്, പടച്ചോനിലേക്ക് ഏൽപ്പിക്കുക. നമ്മൾ യാത്ര പോകുക, അങ്ങനെ യാത്ര പോവുകയാണെങ്കിൽ അതിന് സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. യാത്രയിലല്ലേ, കുടുംബത്തേക്ക് പോകുന്നല്ലേ, അല്ലെങ്കിൽ കുടുംബത്തെ കൂട്ടി പോകുന്നല്ലേ, ദൂരമായ യാത്രയാണല്ലോ, ഭയപ്പാടൊന്നും വേണ്ട, ഹസ്ബിയല്ലാഹ്. പണ്ഡിതന്മാർ പറഞ്ഞത് എല്ലാ കാര്യത്തിലും അള്ളാഹുവിൽ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക. എല്ലാ കാര്യത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ. പടച്ചോനെ, ഒരു കണ്ണ് അടച്ചു തുറക്കുന്ന സമയം പോലും എൻ്റെ കാര്യം എന്നിലേക്ക് നീ ഏൽപ്പിക്കരുതേ എന്ന്. ആ സമയം പോലും നീ എൻ്റെ കാര്യം ഏറ്റെടുക്കണമെന്ന്. എല്ലാം അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുന്ന ഒരു മൈൻഡാണ് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത്. സൂറത്തു സുമറിന്റെ 54ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരി. അല്ലാഹു തആല ഒരു മനുഷ്യന് എന്തെങ്കിലും ഒരു ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രയാസം, ഒരു പ്രതികൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ തീരുമാനിച്ചു.
ആർക്കാണത് തടയാൻ കഴിയുക? അല്ലാഹു തആല അവനിക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം കൊടുക്കാൻ തീരുമാനിച്ചു, ആർക്കാണത് പിടിച്ചു വെക്കാൻ കഴിയുക? അതുകൊണ്ട് ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ് എന്ന് പറഞ്ഞു, അല്ല എനിക്ക് അല്ലാഹു മതി എന്ന് തീരുമാനിക്കുക. അങ്ങനെ പറയാ, മൈൻഡ് നമ്മളിലേക്ക് ഉണ്ടായിരിക്കുക. ഈ വാക്കാണല്ലോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദ് എറിഞ്ഞപ്പോ പറഞ്ഞ വാക്ക്, ഹസ്ബി അല്ലാഹ്, എനിക്ക് പടച്ചോ മതി. എന്താ സംഭവിച്ചത്? സലാം ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമ. അല്ലാഹു തആല പറയാ, ആ തീയോട് അല്ലാഹു തആല പറഞ്ഞത് ഇബ്രാഹിമിന് സലാമാകണം, ബർദാകണം, തണുപ്പാകണം, രക്ഷയാകണമെന്ന്. ഒന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറ്റിയിട്ടില്ല. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തൻ്റെ സഹോദരന്മാർ, അസൂയാലുക്കളായ തൻ്റെ സഹോദരന്മാർ, അവരെ കിണറ്റിലേക്ക് കൊണ്ടുപോയിട്ടപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്ക്, നിങ്ങൾ 10 പേരും എന്നെ കൊണ്ടുപോയി ഇവിടെ പിതാവിന്റെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്ന ഇവിടെ ഉപേക്ഷിക്കുകയാണ്. ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ പടച്ചോൻ മതി. അവസാനം ഈജിപ്തിന്റെ മന്ത്രിയാവുകയും അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് തൻ്റെ സഹോദരന്മാർ വന്ന് തിരിച്ചു വരികയും ചെയ്ത സംഭവം ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കൈവിട്ടില്ല പടച്ചോൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംരക്ഷിച്ചതുപോലെ യൂസുഫ് നബി അലൈഹിസ്സലാമിനെയും സംരക്ഷിച്ചതായി ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. നിങ്ങൾ നോക്ക്, ഹാജറ അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെറിയ കുട്ടി കൈക്കുഞ്ഞിനെയും ഹാജറ അലൈഹിസ്സലാമിനെയും ആരുമാരുമില്ലാത്ത ആ മലയുടെ മുകളിൽ ഉപേക്ഷിച്ച് അവിടെ നിർത്തി പോകുമ്പോ ഹാജറ അലൈഹിസ്സലാം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇങ്ങനെ ഇവിടെ ഇട്ടേച്ച് പോകാൻ പടച്ചോൻ കൽപ്പിച്ചിട്ടുണ്ടോ ഇബ്രാഹിം? അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിഞ്ഞു നോക്കാതെ, ബല, അതെ, അള്ളാഹുവിന്റെ കൽപ്പനയാണ് ഇത് എന്ന് പറഞ്ഞപ്പോ ഹസ്ബി അല്ലാഹ്, എനിക്ക് പടച്ചോൻ മതി. അള്ളാഹിന്റെ കൽപ്പന എങ്ങനെയുണ്ടോ എനിക്ക് ആ പടച്ചോൻ മതി. കൈവിട്ടോ? ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും മാതാവിനെയും പടച്ചോൻ കൈവിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് മുനാഫിഖുകൾ ആരോപണം പറഞ്ഞു. സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെയും ആയിഷ റളിയല്ലാഹു അൻഹയെയും ചേർത്തി പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ വിഷയത്തിൽ പടച്ചോനൊരു തീരുമാനമെടുക്കും, ഹസ്ബി അല്ലാഹ്, ആ പടച്ചോൻ മതി എനിക്ക് എന്ന്. കൈവിട്ടില്ല അല്ലാഹു തആല ആയിഷ റളിയല്ലാഹു അൻഹയെ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആ നിരപരാധിത്വം അല്ലാഹു തആല തെളിയിച്ചു കൊടുത്തു. ആയത്തിറങ്ങി. അസ്വദുൽ അൻസി എന്ന് പറയുന്ന കള്ളപ്രവാചകവാദം ഉന്നയിച്ച ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം അബൂ മുസ്ലിമുൽ ഖൗലാനി എന്ന് പറയുന്ന ഒരു വലിയൊരു മനുഷ്യൻ, അദ്ദേഹം അസ്വദുൽ അൻസിയുടെ കള്ളപ്രവാചകത്വവാദം പൊളിച്ചെഴുതിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ തീക്കുണ്ടത്തിൽ എറിഞ്ഞു അസ്വദുൽ അൻസി. അദ്ദേഹം പറഞ്ഞത് നേരത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ അതേ വാക്ക് തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു മൈൻഡ് ഉള്ളവരായി നമ്മൾ മാറേണ്ടതുണ്ട്. ഉലമാക്കൾ പറയുന്നുണ്ട്, ഹാദിഹിൽ കലിമത്തുൽ മുബാറകത്തു ഫീൽ മഖാമൈൻ, ഇതിന് 2 തലമുണ്ട്. ഹസ്ബി അല്ലാഹ്, എനിക്ക് പടച്ചോൻ മതി എന്ന് പറയുന്ന മൈൻഡ് ഉണ്ടല്ലോ, ആ വാക്കുണ്ടല്ലോ, അതിന് 2 തലങ്ങളുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഒന്ന് മഖാമു തലബുൽ മനാഫി, പടച്ചോന്റെ അടുക്കൽ നിന്നുള്ള സഹായം തേടുകയാണ് ഒന്ന്. മറ്റൊന്ന് മഖാമു ദഫ്ഉൽ മദാർ, തൻ്റെ ശത്രുക്കള്, തന്നോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവര്, അവരുടെ അക്രമത്തിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക എന്നതാണ്. 2 തലങ്ങളാണ് ഇതിന്റെ പണ്ഡിതന്മാർ പറഞ്ഞത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്ർ കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് വിശ്വാസി നാവിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു ദിക്റാണ്. അതിൻ്റെ പുറമെ വിശ്വാസിയുടെ മൈൻഡ് കൂടിയാണ് ഇത് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ ഇമാം അബൂ ദാവൂദ്
റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമുക്ക് ഇങ്ങനെ വായിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം എന്ന് രാവിലെയും വൈകുന്നേരവും ഒരാൾ 7 തവണ പറഞ്ഞാൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കഫാഹുല്ലാഹു മാ അഹമ്മ, അല്ലാഹു തആല അവന് പ്രൊട്ടക്ഷൻ നൽകും, അവന്റെ കാര്യങ്ങൾ പടച്ചോൻ ഏറ്റെടുത്തുകൊള്ളും എന്നതാണ്. അതുകൊണ്ട് ഈ ദിക്റുകൾ നമ്മുടെ ഈ ഒരു ദിക്ർ, ഈ വാക്ക് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖല മൈൻഡായി മാറുമ്പോഴേ ഈ വാക്ക് നമ്മുടെ നാവിൽ നിന്ന് ഉയർന്നു വരണം എല്ലാ ദിവസവും. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം 7 തവണയാണെന്ന് റസൂൽ പറയുന്നു. അതുകൊണ്ട് ഈ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാനും ഈ ഒരു ദിക്ർ ജീവിതത്തിൽ കൊണ്ടുവരാനും അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കും.